നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 35-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സേയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെക്കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സേയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കി പാഴ്നിലമാക്കി തീർക്കും. ഞാൻ യഹോവയെന്ന് നീ അറിയും. നീ നിത്യദൈവം ഭാവിച്ച് ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യ കാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ രക്തം, നീ വെറുത്തിരിക്കുന്ന രക്തം നിന്നെ പിന്തുടരും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അങ്ങനെ ഞാൻ സേയീർ പർവ്വതത്തെ പാഴും ശൂന്യവുമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ അതിൻ്റെ മലകളെ നിഗതന്മാരെ കൊണ്ട് നിറയ്ക്കും. നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹതന്മാരായവർ വീഴും. ഞാൻ നിന്നെ ശാശ്വത ശൂന്യങ്ങളാക്കും. നിന്റെ പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെയായിരിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും. ഞങ്ങൾ അത് കൈവശമാക്കുമെന്ന് നീ പറഞ്ഞിരിക്കൊണ്ട് എന്നാണ് നീ അവരോട് നിന്റെ ദ്വേഷം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും ഒത്തവണ്ണം ഞാനും പ്രവർത്തിക്കും. ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെ ഒക്കെയും യഹോവയായി ഞാൻ കേട്ടിരിക്കുന്നുവെന്ന് നീ അറിയും. നിങ്ങൾ വായ്കൊണ്ട് എൻ്റെ നേരെ വമ്പ് പറഞ്ഞെനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാനത് കേട്ടിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: സർവ്വഭൂമിയും സന്തോഷിച്ച് കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അവകാശം ശൂന്യമായതിൽ നീ സന്തോഷിച്ചുവല്ലോ. ഞാൻ നിന്നോടും അതുപോലെ ചെയ്യും. സേയീർ പർവ്വതവും എല്ലാ ഏദോമും ആയുള്ളവേ, നീ ശൂന്യമായി പോകും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. സേയീർ പർവ്വതത്തിന് എതിരായുള്ള പ്രവചനമാണ് 35-ാം അധ്യായം. സേയീർ പർവ്വതം ഏശാവിൻ്റെ മക്കൾ കുടിപാർത്ത സ്ഥലം ആണ്. ദൈവം പറയുന്നത് സേയീർ പർവ്വതത്തെ ദൈവം ശൂന്യമാക്കുമെന്നാണ്. ശത്രു രാജ്യങ്ങൾ വന്ന് അവരെ വാളാൽ വെട്ടുന്നതിനാൽ ദേശം രക്തം കൊണ്ട് നിറയും, എവിടെയും ശവങ്ങൾ മാത്രം കാണാനിടയാകും എന്നാണ്. അതിനുള്ള കാരണം 5-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലുമുണ്ട്. അവർ ഇസ്രായേലിനെ ആക്രമിക്കുന്നവരോട് കൂട്ടുകൂടിയതാണ് ഒരു കാരണം. മറ്റേത്, ശത്രുക്കൾ ഇസ്രായേലിനെ കവർച്ച ചെയ്തിട്ട് പോകുമ്പോൾ നിലവിലുള്ള 2 പ്രവിശ്യകളും, അതായത് ഇസ്രായേലിയ പട്ടണങ്ങളും യഹൂദിയ പട്ടണങ്ങളും തങ്ങൾക്കാകും എന്നാണിവർ പറഞ്ഞത്. ഇതൊക്കെ പറയാൻ കാരണം അവരുടെ ഇസ്രായേലിനോടുള്ള പകയും അസൂയയും ആയിരുന്നു എന്ന് 11-ാം വാക്യം പറയുന്നു. നമുക്കറിയാം, യാക്കോബിൻ്റെ സഹോദരനാണ് ഏശാവ്. ഏശാവ് അനുഗ്രഹിക്കപ്പെടാതെ പോയതിൻ്റെ കാരണം ഏശാവ് തന്നെയാണ്. കാരണം ഒരു ഊണിന് അവൻ ജ്യേഷ്ഠാവകാശം വിറ്റതാണ്. സഹോദരനിൽ നിന്ന് പായസം വാങ്ങിക്കൊണ്ട് ഇദ്ദേഹം ജ്യേഷ്ഠാവകാശം ദൈവനാമത്തിൽ കൊടുത്തതാണ്. ഓർമ്മയില്ലാത്ത, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇസഹാക്ക് പറഞ്ഞു, നാട്ടുനടപ്പനുസരിച്ച് മൂത്തവനായി നിന്നെ ഞാൻ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹം പറയണു, അപ്പാ, ജ്യേഷ്ഠാവകാശം ഞാൻ വിറ്റതാണ്. അടുക്കളയിൽ വെച്ച് വിശന്നപ്പോൾ ഞാൻ പായസം വാങ്ങി ജ്യേഷ്ഠാവകാശം വിറ്റതാണ്. അതുകൊണ്ട് അത് വാങ്ങിക്കാനുള്ള അർഹത എനിക്കില്ല
അത് യാക്കോബിന് തന്നെയാണ് കൊടുക്കേണ്ടത്, കാരണം ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയി എന്ന് ആണ് പറയേണ്ടത്. വാസ്തവത്തിൽ ഇസ്ഹാക്കിനെ വഞ്ചിക്കാൻ ഒരുങ്ങിയതാരാണ്? ഏശാവാണ്. യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് തുടങ്ങി ഞാനിവനെ കൊല്ലും എന്ന് ആണ് ഏശാവ് പറഞ്ഞത്. എന്തായാലും യാക്കോബ് അനുഗ്രഹീതനായി, 13 മക്കളുണ്ടായി, 2 ഭാര്യമാരും 2 ദാസിമാരും ധാരാളം ആടുമാടുകളും അവനുണ്ടായി. അദ്ദേഹം കനാൻ നാട്ടിൽ വന്ന് വളരെ സുഭിക്ഷതയോടെ ജീവിക്കാനിടയായി. പക്ഷെ ആ സമയത്ത് ഏശാവ് സെയീർ പർവ്വതത്തിൽ അദ്ദേഹം വേട്ടക്കാരനായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് ദൈവമില്ലാതെ ആരാധനയില്ലാതെ ജീവിക്കുകയായിരുന്നു. പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബിനോടുള്ള പക, അസൂയ അത് തീർന്നിരുന്നില്ല. അത് തലമുറകളിലും വ്യാപിക്കാനിടയായി തീർന്നു. പിന്നീട് ഇസ്രായേൽ മക്കളുടെ പാപനിമിത്തം ദൈവം അവരെ ശിക്ഷിക്കുകയും പ്രവാസത്തിലേക്ക് വിടുകയും ചെയ്തപ്പോൾ ആ തക്കം നോക്കിയിട്ട് അവര് ഈ ഇസ്രായേലിനെയും യഹൂദയെയും കവർച്ച ചെയ്യാനും അതുപോലെ അവരുടെ നാട് അപഹരിക്കാനുമാണ് തയ്യാറായത്. അതുകൊണ്ടാണ് ദൈവം ഏശാവിനെ കുറിച്ച്, അല്ലെങ്കിൽ സെയീർ പർവ്വതത്തിൽ വസിക്കുന്ന ഏദോമിനെ കുറിച്ച് ദൈവം പറയുന്നത്, തീർച്ചയായിട്ടും നിന്റെ അസൂയ നിമിത്തം ഞാൻ നിന്നെ ശിക്ഷിക്കും എന്ന്. ഇതിൻ്റെ കാരണം, ഇതിൻ്റെ ഉദ്ദേശം അവർ യഹോവയാണ് ദൈവമെന്ന് അറിയണം, യഹോവയെ രക്ഷകനായി സ്വീകരിക്കണം, അവര് യാക്കോബിനെ പോലെ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് ദൈവം അവരെ ശിക്ഷിക്കും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിക്കുന്നത് അത് നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവം ശിക്ഷിക്കുന്നതും നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവം സത്യദൈവം യഹോവ എന്നറിയുവാൻ എല്ലാവർക്കും ഇടയായിത്തീരണം. അതിനാൽ അവർ അനുഗ്രഹിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് 35-ാം അധ്യായം പഠിപ്പിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.